നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ രാഷ്ട്രീയ വിശകലനമല്ല, മറിച്ച് ഭരണം അതെങ്ങനെയാണ് കൃത്യമായി ഒരു എഞ്ചിനീയറിംഗ് പോലെ പ്ലാൻ ചെയ്യുന്നത് എന്ന് പരിശോധിക്കുകയാണ്. നമ്മളിവിടെ വ്യക്തികളെയോ പാർട്ടികളെയോ അല്ല നോക്കുന്നത്, പകരം ഒരു സിസ്റ്റം, ഒരു മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ്. അപ്പോ ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് പേരാവൂർ എന്ന മണ്ഡലത്തിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അവിടുത്തെ ജനങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടത്, നല്ല ഭരണം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, വാ നമുക്ക് നോക്കാം. അപ്പോ ഏതൊരു വിശകലനവും തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? അവിടുത്തെ മണ്ണിൽ നിന്ന് തന്നെ, അല്ലേ? കാരണം ആ മണ്ണാണ് അവിടുത്തെ ജീവിതം, അവരുടെ ഉപജീവനം, രാഷ്ട്രീയം എല്ലാത്തിനെയും രൂപപ്പെടുത്തുന്നത്. പേരാവൂരിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവും മനസ്സിലാക്കാൻ നമുക്കാദ്യം അവിടുത്തെ ഭൂമിയും മനുഷ്യരും എങ്ങനെയുള്ളവരാണെന്ന് നോക്കാം. കേരളത്തിന്റെ തീരപ്രദേശങ്ങളൊക്കെ കണ്ട് പരിചയിച്ച നമുക്ക് പേരാവൂർ ഒരു പുതിയ അനുഭവമായിരിക്കും. ഇതൊരു ഉൾനാടൻ സ്ഥലമാണ്. പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ നിറയെ മലകളും കുന്നുകളുമുള്ള ഒരു കാർഷിക മേഖല. ഈ ഒരു കിടപ്പ് കാരണം സ്വാഭാവികമായും റോഡുകളും മറ്റ് സൗകര്യങ്ങളും എത്തിക്കാൻ വലിയ പാടാണ്. ഇവിടെ നിന്ന് ഒരു പ്രധാന നഗരത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് സമയവും പണവും പോകും. ആ യാത്രകള് അത്ര എളുപ്പമല്ല. ഇനി ഇവിടുത്തെ ആളുകളിലേക്ക് വരാം. ഇവിടുത്തെ സമൂഹമെന്ന് പറയുന്നത് പല തട്ടുകളിലുള്ള ഒന്നാണ്. കണ്ണൂർ ജില്ലയുടെ പൊതുവായ കണക്ക് നോക്കിയാൽ ഹിന്ദു, മുസ്ലിം വിഭാഗങ്ങളോടൊപ്പം തന്നെ വളരെ നിർണായകമായൊരു സ്ഥാനമാണ് സിറോ മലബാർ ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളത്, പ്രത്യേകിച്ചും കുടിയേറ്റ കർഷകർ. അതോടൊപ്പം ഈഴവ, തീയ, നായർ പോലുള്ള ഹിന്ദു സമുദായങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ അതും ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ എപ്പോഴും സ്വാധീനിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ രാഷ്ട്രീയം അത്ര പെട്ടെന്നൊന്നും പ്രവചിക്കാൻ പറ്റില്ല, അത് കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പോ ഈ ഭൂമിയുടെ കിടപ്പും ഇവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളും, ഇതിൽ നിന്നാണ് സാധാരണക്കാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ വരുന്നത്. ഇതൊന്നും വെറും പരാതികളായി കാണരുത്, ഇത് അവരുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിലെ പോരാട്ടങ്ങളാണ്. നോക്കൂ, മലയോരത്ത് കുടിക്കാൻ വെള്ളമില്ല, ആദിവാസി ഊരുകളിലേക്കുള്ള റോഡാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു, ചെറുപ്പക്കാർക്ക് നാട്ടിലൊരു പണിയില്ല, എല്ലാത്തിനും തീപിടിച്ച വില കാരണം വീട്ടുചെലവ് താങ്ങാൻ പറ്റുന്നില്ല. ഇതിനെല്ലാത്തിനും പുറമെയാണ് ജീവനുവരെ ഭീഷണിയായിട്ട് വന്യമൃഗങ്ങളുടെ ആക്രമണം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് പേരാവൂരിലെ ആളുകളുടെ ഉറക്കം കെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ജനങ്ങളുടെ വികാരങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് നേരെ കണക്കുകളിലേക്ക് വരാം. ജനവിധി എന്തായിരുന്നു എന്ന് നോക്കാം. ചിലപ്പോഴൊക്കെ ഈ സംഖ്യകൾക്ക് നമ്മുടെ വികാരങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകും. അപ്പോൾ 2021 എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്, അതായത് 2021 UDFന്റെ സണ്ണി ജോസഫാണ് ജയിച്ചത്, LDFന്റെ KV സക്കീർ ഹുസൈനെതിരെ. വോട്ട് ഷെയർ നോക്കിയാല് UDFന് കിട്ടിയത് 46.93%, LDFന് 44.70%, BJPക്ക് 6.44% വോട്ടും കിട്ടി. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതൊരു ക്ലിയർ വിജയമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ യഥാർത്ഥ കഥയിരിക്കുന്നത് ഈ നമ്പറിലാണ്. 3172, വെറും 3172 വോട്ടിന്റെ വ്യത്യാസം. 1.5 ലക്ഷത്തിൽ കൂടുതൽ വോട്ടർമാരുള്ള ഒരു സ്ഥലത്ത് ഇത്ര ചെറിയൊരു മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇവിടത്തെ മത്സരം ഒരു നൂൽപ്പാലത്തിൽ കൂടിയാണ് പോകുന്നതെന്ന് തന്നെ. ഓരോ വോട്ടും ഇവിടെ വിലപ്പെട്ടതാണ്. ആളുകളുടെ മനസ്സ് എപ്പോ വേണമെങ്കിലും മാറാം. പേരാവൂരിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവിടെ എപ്പോഴും നല്ല പോളിംഗ് ഉണ്ടാവാറുണ്ട്. ആളുകളെ രാഷ്ട്രീയത്തിൽ നല്ല താൽപര്യത്തോടെ ഇടപെടുന്നു എന്നതിന്റെ തെളിവാണിത്. പക്ഷെ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. 2016 ഏകദേശം 81% പോളിംഗ് ഉണ്ടായിരുന്നത് 2021 79.72% ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. ഇതൊരു ചെറിയ കുറവാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ആരായിരിക്കും വോട്ട് ചെയ്യാൻ വരാതിരുന്നത്? അവർക്ക് എന്തുകൊണ്ടായിരിക്കും താൽപര്യം കുറഞ്ഞത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. അപ്പോൾ ഈ കാണുന്ന കണക്കുകൾക്കൊക്കെ അടിയില് നമ്മ കാണാത്ത ചില കാര്യങ്ങളുണ്ട്. ആളുകളുടെ തീരുമാനങ്ങളെ ശരിക്കും സ്വാധീനിക്കുന്ന ചില സാമൂഹികവും സാമ്പത്തികവുമായ ഒഴുക്കുകൾ. നമുക്കതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒരു മണ്ഡലത്തിന്റെ ശരിക്കുള്ള രാഷ്ട്രീയ കാലാവസ്ഥ തീരുമാനിക്കുന്നത് ഈ ഘടകങ്ങളാണ്. ഈയൊരു നമ്പർ നോക്കൂ, 8.01%. ഇത് വെറുമൊരു കണക്കല്ല, കേരളത്തിലെ ഗ്രാമങ്ങളിലെ വിലക്കയറ്റത്തിന്റെ നിരക്കാണിത്. പേരാവൂരിലെ ഓരോ സാധാരണ വീട്ടിലെയും അടുക്കളയിൽ തീ പുകയുന്നത് ഇതുകൊണ്ടാണ്. അരി, ഗ്യാസ്, മരുന്ന്, കുട്ടികളുടെ പഠിപ്പ് എല്ലാത്തിനും വില കൂടുമ്പോൾ ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റാകെ തകരും. ഈ സാമ്പത്തിക ഞെരുക്കം സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ അതൃപ്തിയായിട്ട് പുറത്തുവരും. അപ്പോൾ പേരാവൂരിലെ വോട്ടർമാരെ സമ്മർദ്ദത്തിലാക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ പരമ്പരാഗതമായി പോകുന്ന രീതിയിൽ നിന്നും മാറുന്നുണ്ട്. അത് 2 മുന്നണികൾക്കും ഒരു അനിശ്ചിതത്വമുണ്ടാക്കുന്നു.
2 നമ്മൾ നേരത്തെ പറഞ്ഞ വിലക്കയറ്റം. 3 ഗൾഫിൽ നിന്ന് ജോലി പോയി തിരിച്ചുവരുന്നവരുടെ പ്രശ്നങ്ങൾ. അവർക്ക് ജോലിയുമില്ല, കടവും പെരുകുന്നു. 4 മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം. ഇത് ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. ഈ 4 കാര്യങ്ങളും കൂടിച്ചേരുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഒരുതരം തിളച്ചുമറിയലാണ് ഉണ്ടാകുന്നത്. ആന ഞങ്ങളുടെ വിളവെടുക്കും, സർക്കാർ അവരുടെ സമയമെടുക്കും. പേരാവൂരിലെ ഒരു സാധാരണ കർഷകന്റെ വാക്കാണത്. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്, അല്ലേ? കഷ്ടപ്പെട്ടു ഉണ്ടാക്കിയതൊക്കെ കൺമുന്നിൽ നശിച്ചു പോകുമ്പോൾ സഹായിക്കേണ്ട സിസ്റ്റം നിങ്ങളെ കൈവിട്ടു എന്നൊരു തോന്നലുണ്ടാകുമല്ലോ. ആ തോന്നലിന്റെ ആഴം എത്ര വലുതാണെന്ന് ഈ ഒരൊറ്റ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് വെറും കൃഷിനാശത്തിന്റെ കാര്യമല്ല, ഇത് ഭരണത്തിലുള്ള വിശ്വാസം തന്നെ ഇല്ലാതാവുന്നതിന്റെ ശബ്ദമാണ്. ഇവിടെയാണ് നമ്മൾ ഭരണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിലേക്ക് വരുന്നത്. അതെന്താണ്? ഓരോ പൗരന്റെയും അന്തസ്സ് കാത്തുസൂക്ഷിക്കുക എന്നത് തന്നെ. പരാതി കേൾക്കാൻ ഒരാളുണ്ട് എന്ന് പറയുന്നത് മാത്രം പോരല്ലോ. ആ പരാതിക്ക് മറുപടി കിട്ടുമ്പോൾ അതിലൊരു നടപടിയുണ്ടാകുമ്പോഴാണ് ഒരു സാധാരണക്കാരന് എന്നെയും ഈ സിസ്റ്റം പരിഗണിക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടാവുന്നത്. ആ അന്തസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രശ്നം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ തന്നെ പകുതി പരിഹാരമായെന്നാണ് പറയാറ്. അപ്പോൾ ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് കടക്കാം. പേരാവൂരിലെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ബ്ലൂ പ്രിന്റ്, ഒരു കർമ്മ പദ്ധതി. ഓർക്കണം, ഇത് വെറും വാഗ്ദാനങ്ങളല്ല, മറിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ ഒരു രൂപരേഖയാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. 1. പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രിയിൽ എമർജൻസി പ്രവർത്തിപ്പിക്കാൻ ഡോക്ടർമാരെ നിയമിക്കുക. ഒരു അത്യാവശ്യം വന്നാൽ കിലോമീറ്ററുകൾ ഓടേണ്ട അവസ്ഥ ഒഴിവാകും. 2. ഏറ്റവും മോശമായ ഗ്രാമീണ റോഡുകൾ, പ്രത്യേകിച്ച് ആദിവാസി കോളനികളിലേക്കുള്ളത് എത്രയും പെട്ടെന്ന് നന്നാക്കുക. 3. കുടിവെള്ളം കിട്ടാത്ത മലയോര പ്രദേശങ്ങളിൽ മഴവെള്ള സംഭരണിയും പൈപ്പ് ലൈനും ചേർന്നുള്ള ഒരു പദ്ധതി തുടങ്ങുക. 4. ചെറുപ്പക്കാർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കാനും കമ്പനികളുമായി ബന്ധിപ്പിക്കാനും പ്രധാന ടൗണുകളിൽ ജോബ് ഫെയറുകൾ നടത്തുക. ഈ 4 കാര്യങ്ങൾ മതി ആളുകളുടെ ജീവിതത്തിൽ നേരിട്ടൊരു മാറ്റം കാണാൻ തുടങ്ങും. പക്ഷേ ഇങ്ങനെ കുറേ പദ്ധതികൾ ഉണ്ടായാൽ മാത്രം മതിയോ? പോരാ. ഈ സങ്കീർണമായൊരു രാഷ്ട്രീയ സാഹചര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു നേതൃത്വം കൂടി വേണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് ചതുർമുഖ സിദ്ധാന്തം. അതായത് ഒരു നേതാവിന് സാഹചര്യത്തിനനുസരിച്ചെടുക്കാൻ കഴിയുന്ന 4 മുഖങ്ങൾ അല്ലെങ്കിൽ 4 ഭാവങ്ങൾ. അതിലാദ്യത്തേത് ശിവന്റെ മുഖമാണ്. അതായത് അളന്നുമുറിച്ചൊരു ഗൗരവം. സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വരുന്നവരോട് അതേ രീതിയിലല്ല പ്രതികരിക്കേണ്ടത്. പകരം നിയമത്തിലും നമ്മുടെ നാടിന്റെ നാനാത്വത്തിലും ഉറച്ചുനിന്ന് അതിനെ നേരിടുക. അത് ദൗർബല്യമല്ല, നിലപാടുകളിലുള്ള കരുത്താണ്. രണ്ടാമത്തെ മുഖം വിഷ്ണുവിന്റേതാണ്, സ്ഥിരതയുടെ മുഖം. അതായത് നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും, കാര്യങ്ങൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ജനങ്ങൾക്ക് ഒരു ഉറപ്പ് കൊടുക്കൽ. പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിനു പകരം ഉത്തരവാദിത്തത്തോടെയുള്ള ഒരു മാറ്റം ഉറപ്പു നൽകുക. മൂന്നാമത്തേത് ബ്രഹ്മാവിന്റെ മുഖം, പുതിയത് സൃഷ്ടിക്കുന്ന, പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്ന മുഖം. തൊഴിലില്ലായ്മ പോലുള്ള പഴയ പ്രശ്നങ്ങൾക്ക് പുതിയ വഴികൾ കാണിക്കുക. ഒരുപക്ഷേ അത് പുതിയ തരം കൃഷിരീതികളാവാം, ചെറുപ്പക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങളാവാം. ഭാവിയെക്കുറിച്ച് ആളുകൾക്ക് പ്രതീക്ഷ കൊടുക്കുന്നൊരു സമീപനം. ഇനി 4-മത്തേത് ദുർഗയുടെ മുഖം, സംരക്ഷകയുടെ മുഖം. ഒരു നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണ്? തന്റെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നത് തന്നെ. അത് വന്യമൃഗങ്ങളിൽ നിന്നാകാം, അസുഖങ്ങളിൽ നിന്നാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നാകാം. ദുർബലരായവരെ ചേർത്തുപിടിച്ച് അവർക്കൊരു പരിചയമായി നിൽക്കുന്ന നേതൃത്വം. അപ്പോ നമ്മൾ പറഞ്ഞ ഈ കർമ്മപദ്ധതിയും നേതൃത്വത്തിന്റെ ഈ 4 മുഖങ്ങളും, ഇവ രണ്ടും ഒന്നിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ പിടിക്കാനുള്ള വഴി തെളിയുന്നത്. കാരണം വിശ്വാസം വരുന്നത് വാക്കുകൾ കേട്ടിട്ടല്ല, പ്രവൃത്തികൾ കാണുമ്പോഴാണ്. ഈ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ഓരോ വിഭാഗം ആളുകളുടെയും അടുത്തേക്ക് ചെല്ലണം, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം. നോക്കൂ, യുവാക്കൾക്ക് വേണ്ടത് നല്ല ജോലിയാണ്. സ്ത്രീകൾക്കാണെങ്കിൽ ആരോഗ്യവും സുരക്ഷയുമാണ് പ്രധാനം. കർഷകർക്ക് വിളകൾക്ക് സംരക്ഷണവും ഇൻഷുറൻസും വേണം. ഗൾഫിൽ നിന്ന് മടങ്ങിവന്നവർക്ക് ഇവിടെ ഒരു വരുമാനം കണ്ടെത്തണം. ആദിവാസി സമൂഹത്തിന് പ്രത്യേക ശ്രദ്ധയും വികസനവും കൊടുക്കണം. ഇങ്ങനെ ഓരോരുത്തരുടെയും ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവരോട് സംസാരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലൊരു ബന്ധമുണ്ടാകുന്നത്. ഇന്നത്തെ ഈ ഡിജിറ്റൽ കാലത്ത് ഒരു നേതാവിന്റെ ഉത്തരവാദിത്തം കുറച്ചുകൂടി വലുതാണ്. നമ്മൾ ആളുകളുമായി ഇടപഴകുമ്പോൾ അവരുടെ സ്വകാര്യതയെ മാനിക്കുക എന്നത് വളരെ പ്രധാനമാണ്.
ഓരോ ആളുടെയും ഡേറ്റ, അവരുടെ വിവരങ്ങൾ, അത് അവരുടേത് മാത്രമാണ്. അതുപയോഗിക്കണമെങ്കിൽ അവരുടെ പൂർണ്ണ സമ്മതം വേണം. ഇത് വെറുമൊരു നിയമത്തിന്റെ കാര്യമല്ല, പരസ്പരമുള്ള ബഹുമാനത്തിന്റെ വിഷയമാണ്. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലാണ്. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമല്ല, ജയിച്ചു കഴിഞ്ഞ് അടുത്ത 5 വർഷം നന്നായി ഭരിക്കാൻ കൂടി പറ്റുന്ന രീതിയിൽ ഒരു നേതൃത്വത്തെ രൂപകൽപ്പന ചെയ്യാൻ പറ്റുമോ? വെറും രാഷ്ട്രീയത്തിനപ്പുറം സാധാരണക്കാരുടെ ജീവിതത്തിൽ ശരിക്കും ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം, അത് സാധ്യമാണോ? പേരാവൂരിനെ മുൻനിർത്തിയുള്ള നമ്മുടെ ഈ വിശകലനം ആ വലിയ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കണ്ടെത്താനുള്ള ശ്രമം കൂടിയാണ്. If you want to become a people-centric leader and uplift your constituencies, get in touch with blueprintstrategies.ai at mgr@blueprintstrategies.ai or call 080-4204-1602. Purpose beyond politics.